അപ്പോൾ ദാ ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് ഉഴുന്ന് അളന്നെടുക്കാം. 3/4 ഗ്ലാസ് ഉലുവ ചേർത്ത് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ വരെ ഇത് കുതിർക്കാൻ വയ്ക്കാം. ഇനി ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അരി അളന്നെടുക്കാം. അതും വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ വരെ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇവിടെ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇഡ്ഡലിക്കായതുകൊണ്ട് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കണം. അരി ആദ്യത്തെ ബാച്ച് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറില്ലെങ്കിൽ 1/2 കപ്പ് അവിൽ കുതിർത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അരി ഉഴുന്നും കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വയ്ക്കാം. ഞാനിവിടെ രാത്രിയാണ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി കിട്ടിക്കൊള്ളും. രാവിലെ ആയിട്ടുണ്ട്. ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് എണ്ണ എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഓരോ തട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 തട്ടിൽ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി മറക്കാതെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഒന്ന് കയറി നോക്കിയേക്കണേ.